CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. 72 വയസ്സായിരുന്നു. 2015 മുതൽ CPIM ജനറൽ സെക്രട്ടറിയാണ്. 12 വർഷം രാജ്യസഭാംഗമായിരുന്നു. നാളെ വൈകിട്ട് യെച്ചൂരിയുടെ ഡൽഹിയിലെ വസതിയിലും ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ CPIM കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനമായ AKG ഭവനിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഡൽഹി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടുനൽകും. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും സീതാറാം യെച്ചൂരിയുടെ ശരീരം വസന്തകുഞ്ചിലുള്ള അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും 14 തീയതി രാവിലെ 11 മണി മുതൽ ഇവിടെ AKG ഭവനിൽ സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ്. 14 തീയതി 3 മണിക്ക് ശേഷം ഇവിടെ നിന്നും സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അദ്ദേഹവും കുടുംബവും പാർട്ടിയും സമ്മതിച്ചിട്ടുള്ളതിൻ്റെയും തീരുമാനിച്ചിട്ടുള്ളതിൻ്റെയും അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പഠനത്തിനും ഗവേഷണത്തിനുമായി അദ്ദേഹത്തിൻ്റെ ബോഡി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിക്കുന്നതാണ്. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ബൽറാം, ഈ പൊതുദർശനം സംബന്ധിച്ച സമയക്രമീകരണങ്ങൾ എങ്ങനെയാണ്? മറ്റു വിവരങ്ങളും ബൽറാം. ഉന്മേഷ്, സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇപ്പോൾ ഡൽഹി എയിംസിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി അവിടെ തന്നെയായിരിക്കും മൃതദേഹമുള്ളത്. നാളെ വൈകിട്ടോടെ 6 മണിക്ക് സീതാറാം യെച്ചൂരിയുടെ താമസ സ്ഥലമായ വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ വെച്ച് പൊതുദർശനത്തിന് വയ്ക്കും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ അടക്കമുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധമുള്ള ആളുകൾ എല്ലാം തന്നെ അവിടെ ആയിരിക്കും എത്തുക. തുടർന്ന് ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് മൃതദേഹം കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനമായ AKG ഭവനിലേക്ക് കൊണ്ടുവരുന്നത് പൊതുദർശനത്തിനായി. 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് AKG ഭവനിൽ പൊതുദർശനത്തിനായി മൃതദേഹം വയ്ക്കുക. 5 മണിക്ക് വിലാപയാത്രയായി മൃതദേഹം എയിംസ് ആശുപത്രിയിലേക്ക് കൈമാറും. എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായാണ് മൃതദേഹം കൈമാറുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് കുടുംബാംഗങ്ങൾ അടക്കം എയിംസിന് മൃതദേഹം കൈമാറാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ AKG ഭവനിലാണ്. അദ്ദേഹത്തിന്റെ ഛായാചിത്രം ആദരം അർപ്പിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നു. നിരവധി രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അല്പസമയം മുമ്പ് വരെ എത്തി ആദരവ് അർപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്. ശനിയാഴ്ച മാത്രമാണ് ഇവിടേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുവരുന്നത്. ഏറെ വൈകാരികമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് AKG ഭവൻ ഉള്ളത്. ജീവനക്കാർ, നേതാക്കൾ എല്ലാവരും തന്നെ ഈ സീതാറാം യെച്ചൂരി എന്ന വലിയ നേതാവിന്റെ വിടവ് ഈ ഓഫീസിൽ ഇപ്പോഴും വളരെ പ്രകടമാണ്. ബൽറാം നെടുങ്ങാടിയാണ് AKG ഭവനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.